ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിലെ 5ാമത്തെ ക്വസ്റ്റ്യനാണ്. എക്സസൈസ് ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ ക്ലോസ്ലി വൗണ്ട് സോളിനോയിഡ് ഓഫ് 800 ടേൺസ് ആൻഡ് ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 2.5 × 10⁻⁻⁴ meter square carries a current of 3 ampere. Explain the sense in which the solenoid acts like a bar magnet. What is its associated magnetic moment? ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്: 800 ടേൺസും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 2.5 × 10⁻⁻⁴ meter സ്ക്വയറും ഉള്ളൊരു സോളിനോയിഡിൽ കൂടി 3 ആംപിയർ കറണ്ട് കടന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു ബാർ മാഗ്നറ്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അതിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കിവിടെ നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണ്. അതായത് നമ്പർ ഓഫ് ടേൺസ് വന്നിട്ടുണ്ട്. n = 800. ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A = 2.5 × 10⁻⁻⁴ meter square. ദെൻ I = 3 ആംപിയർ. നമുക്ക് ആദ്യം മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ M = I·A·N. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐയുടെ സ്ഥാനത്ത് 3 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 2.5 × 10⁻⁻⁴. ദെൻ എന്നിൻ്റെ സ്ഥാനത്ത് 800. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.60 J/Tesla. ഇതായിരിക്കും മാഗ്നറ്റിക് മൊമെൻറ്റ്. ഇനി നമുക്ക് ഈ ബാർ മാഗ്നറ്റ് പോലെ ഇത് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സോളിനോയിഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതായിപ്പോൾ ഇങ്ങനെ ഒരു സോളിനോയിഡ് കൺസിഡർ ചെയ്താൽ ഇതുവഴി കറണ്ട് കടന്നു പോകുന്നു. ഇതപ്പോൾ ഈ ഡയറക്ഷനിലാണ് പോകണമെന്ന് കരുതുക. ഈ ഡയറക്ഷനിൽ കറണ്ട് കടന്നു പോകുമ്പോൾ ഇതൊരു ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം എന്താ, ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അതിന് നോർത്തും സൗത്തും പൊളാരിറ്റി കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കറണ്ട് കടന്നു പോകുന്ന ഒരു സോളിനോയിഡ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ പൊളാരിറ്റി, നോർത്തും സൗത്തും പൊളാരിറ്റി എങ്ങനെ വരുന്നുണ്ടെന്ന് നോക്കാം. അതിനുവേണ്ടി ക്ലോക്ക് റൂളാണ് ഉപയോഗിക്കുന്നത്. ക്ലോക്ക് റൂൾ പറയുന്ന ഇതാണ്: കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകാമെന്ന് വിചാരിക്കുക. അതായത് എന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് എഴുതുന്നു. എന്നിട്ട് നോക്കുക, ഈ എന്നിൻ്റെ 2 എൻഡിലും നമ്മൾ ഓരോ ആരോ മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊന്ന് കംപ്ലീറ്റ് ആക്കി ഇതെങ്ങനെ ഇരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറണ്ട് കടന്നു പോകുന്നതെങ്കിൽ നോർത്ത് പൊളാരിറ്റി ആയിരിക്കും. ഇനി അതുപോലെ തന്നെ സൗത്ത് എന്നുള്ളതിൻ്റെ എസ് എഴുതുന്നു. എന്നിട്ട് ഇതിൻ്റെ 2 എൻഡിലും ആരോ മാർക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതിനെ ഒന്ന് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനായിട്ട് മാറി. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ സൗത്ത് പൊളാരിറ്റി ആയിരിക്കും വരുന്നത്. അപ്പോൾ കറണ്ട് കടന്നു പോകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണെങ്കിൽ നോർത്ത് പൊളാരിറ്റിയും, കറണ്ട് കടന്നു പോകുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണെങ്കിൽ സൗത്ത് പൊളാരിറ്റിയുമാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഈ സോളിനോയിഡിനകത്തേക്ക് നോക്കാം. നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ നിന്ന് നേരെ ഫേസ് ചെയ്തിട്ട് നേരെ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കി ഇത് ഏത് ഡയറക്ഷനാണെന്ന് പറയുവല്ല ചെയ്യേണ്ടത്. പകരം ഇപ്പം ഈ എൻഡിൻ്റെയാണ് നമ്മൾ നോക്കുന്നെങ്കിൽ ഇവിടെ നിന്ന് വേണം നോക്കാനായിട്ട്. ഈ പൊസിഷനിൽ നിന്ന് നോക്കുക. ഈ പൊസിഷനിൽ നിന്ന് സോളിനോയിഡിനെ ഫേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ സോളിനോയിഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോളിനോയിഡിൻ്റെ ഈ സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പൊളാരിറ്റി. ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ നമ്മൾ ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് നിന്നല്ല നോക്കേണ്ടത്, ആ എൻഡിൽ നിന്ന് നോക്കുക. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ടാണ് കറങ്ങുന്നത്, ക്ലോക്ക് വൈസ് ആയി. സോ ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പൊളാരിറ്റി. അപ്പോൾ ഒരു കറണ്ട് കടന്ന് പോകുന്ന സോളിനോയിഡ് ഒരു ബാർ മാഗ്നറ്റ് പോലെ തന്നെ ആക്ട് ചെയ്യും. ഇനി അതിൻ്റെ പൊളാരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ക്ലോക്ക് റൂളാണ് ഉപയോഗിക്കുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറണ്ട് കടന്ന് പോകുന്നതെങ്കിൽ നോർത്ത് പൊളാരിറ്റി, ക്ലോക്ക് വൈസ് ആയിട്ടാണെങ്കിൽ സൗത്ത് പൊളാരിറ്റിയാണ്. നോക്കുന്നത് സോളിനോയിഡിൻ്റെ ഫ്രണ്ടിൽ നിന്നല്ല നോക്കേണ്ടത്, ആ സോളിനോയിഡിൻ്റെ ഒരെൻഡിൽ ചെന്ന് നിൽക്കുക. അപ്പോൾ ആ എൻഡിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ കറണ്ട് കടന്ന് പോകുന്ന ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കുക. അതനുസരിച്ച് വേണം ക്ലോക്ക് റൂള് അപ്ലൈ ചെയ്യാനായിട്ട്.